മാഷേ, യൂത്ത് ഫെസ്റ്റിവലിന് 2 പ്രൈസെങ്കിലും വാങ്ങണമെന്നുണ്ട്. റെഗുലർ ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് തരാമോ? അത് പിന്നെ പ്ലീസ് മാഷേ. ലേറ്റായാൽ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? അത് ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ലാസ്റ്റ് ഇയർ ആയോണ്ടാ. മാഷ് ഒന്ന് സഹായിക്കണം. അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ തുടങ്ങാം. നിങ്ങൾക്കും അതെ. വരട്ടെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ പൊക്കോളൂ. ശരി. ഇന്നലെ വിളിച്ചപ്പോ നീ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നല്ലോ. എന്ത് പറയാനാ ശിവേട്ടാ, എന്റെ സിം പോർട്ട് ചെയ്യണം. ഓരോയിടത്ത് റേഞ്ചില്ല. ഇതെന്താണ്? നല്ല കപ്പ പുഴുക്കും കാന്താരി ചമ്മന്തി. ഒരു പ്ലേറ്റിലെടുത്തു, നമുക്ക് കഴിക്കാം. എന്നാ നല്ല വിശപ്പുണ്ട്. വാ. കാണുമ്പോഴൊക്കെ രാധിക ശിവേട്ടനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അവർക്ക് പോസിറ്റീവായിട്ടൊരു മറുപടി കൊടുത്തൂടെ? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, പിന്നെയും ഒരു കൂട്ട്. നമ്മുടെ കല്യാണമൊന്നും നടന്നു കിട്ടാൻ നമ്മൾ എത്ര കാലം കാത്തു. ആ, ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. എന്താ നോക്കുന്നേ? എത്ര പിണങ്ങിയിട്ടും വഴക്കിട്ടിട്ടുമാ നമ്മുടെ കല്യാണം നടന്നത്. അതിനിപ്പോ എന്താടി, നടന്നില്ലേ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ. ബെഡിൽ ഇത്തിരി മുല്ലപ്പൂ പോലും ഇല്ല. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എത്രയാ അലങ്കാരങ്ങൾ. അതൊക്കെ കച്ചവടമല്ലേ, വിറ്റ് പൈസയാക്കാൻ. നമ്മുടേത് റിയൽ ലൈഫ് അല്ലേ. ശിവേട്ടന് ഞാൻ പുതുപ്പെണ്ണൊന്നുമല്ലല്ലോ. 5 വർഷമായി കൂടെ കൂടിയിട്ട്. അതുകൊണ്ട് ഒരു വിലയുണ്ടാവില്ല. മുറ്റത്ത് മുല്ലപ്പൂ ഉണ്ട്, ഞാൻ പോയി കൊണ്ടുവരാം. ഞാൻ പോയി കൊണ്ടുവരാം. ഏയ്, ശിവേട്ടാ, പാമ്പ് കടിച്ചു. എന്താ ലക്ഷ്മി? പാമ്പ്. പാമ്പോ? എവിടെ എവിടെ? ലക്ഷ്മി, പാമ്പ്. ലക്ഷ്മി, ലക്ഷ്മി. മാഷില്ലേ? കേറി വാ, ഇരിക്കൂ. എന്താ? ശിവപ്രസാദ് മാഷിനെ കാണാനാ വന്നത്. എന്തിനാ? എന്നെ ശിവപ്രസാദ് മാഷ് നൃത്തം പഠിപ്പിച്ചിരുന്നു. എന്റെ മോളെ പഠിപ്പിക്കുമോന്നറിയാനാ വന്നത്. അവന്റെ ഭാര്യ മരിച്ചിട്ട് 10 വർഷമായി. അതിനുശേഷം അവൻ ഇതുവരെ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. മറ്റൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ ഇന്നലെ എന്നോട് വഴക്കിട്ട് ഇറങ്ങിപ്പോയി. മാഷ് മടങ്ങി വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ശരി, പറഞ്ഞേക്കാം. എന്നാ ശരി. धीमी 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 तक
ശിവേട്ടൻ ഇവിടെയാ? വീട്ടിൽ തിരക്കുന്നു. എനിക്ക് സ്വസ്ഥത കിട്ടുന്ന സ്ഥലത്ത് ഞാനുണ്ട്. തിരക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. എന്നാലും എവിടെയാ? അടച്ചിട്ടിരിക്കുന്ന കുടുംബ വീട്ടിൽ. ഇങ്ങോട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞേക്കൂ. കുറച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിക്കണമെന്ന ആലോചനയുണ്ട്. നല്ല കാര്യം. ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാം. ആ മോനെ, നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത്. നിന്റെ അമ്മ അവിടെ കാത്തിരിക്കുന്നു. ഞാൻ സ്വസ്ഥതയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അമ്മയോട് പറയ്, ഞാൻ വന്ന് കാണാമെന്ന്. ആ, ഓക്കെ മോനെ. ശിവേട്ടാ, ആ, ആ. അപ്പോൾ രാധയ്ക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കണ്ടേ? എന്റെ ശ്രീകുട്ടി ഒഴികെ മറ്റൊരു പെണ്ണിനും ഇവിടേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞേക്കൂ. നിന്നോട് പുറത്തു വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്താ ലേറ്റ് ആയത്? അതാ വരുന്ന. വേഗം പൊക്കോളൂ. നീതു വിളിച്ചില്ല മാഷേ. ആദ്യത്തെ ഐറ്റം ചെയ്യേണ്ടവർ റെഡിയായോ? നിള എത്തിയിട്ടില്ല മാഷേ. മാഷേ. ദേ നിള വന്നു. ആ, അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം ശരി വാങ്ങിക്കോളൂ. മാഷേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. റെഡിയായവർ വന്നോളൂ. മറ്റുള്ളവർ പെട്ടെന്ന് റെഡിയായിക്കോളൂ. ആ, ഉയർത്തിപ്പിടിക്കൂ. ആ, കൈകൾ നീട്ടി. ക്ലാസ് കഴിഞ്ഞെങ്കിൽ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ? അത് ആദർശിന്റെ വീട്ടിനടുത്തല്ലേ നിളയുടെ വീട്? ഇവർ വീട്ടിലും ഇങ്ങനെയാണോ? ചിലപ്പോഴൊക്കെ എങ്ങനെയാ മാഷേ? അവർക്ക് കലയോട് വെറുപ്പാ. ഓൺലൈൻ ജോബിലൂടെ കാശ് കണ്ടെത്തിയ നിള നൃത്തം പഠിക്കുന്നത്. അതിന് കാരണമുണ്ട് മാഷേ. എന്താ? നിളയുടെ അമ്മ പഴയ കലാതിലകമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡാൻസ് പഠിപ്പിച്ചിരുന്ന മാഷുമായി നിളയുടെ അമ്മ സ്നേഹത്തിലാവുകയും അവർ ഗർഭിണിയാവുകയും ചെയ്തപ്പോൾ ഡാൻസ് മാഷിന് ഒരു തെലുങ്ക് സിനിമയിൽ കൊറിയോഗ്രാഫി ചെയ്യാനുള്ള അവസരം കിട്ടി. അവിടെ ഒരു നടിയും കിട്ടി. മാഷ് അവിടെ താമസിച്ചപ്പോൾ നിലയുടെ അമ്മ ഈ കുട്ടിയെ വളർത്തി ഇവിടെ കഴിഞ്ഞു. അപ്പോ അതാണ് കാര്യം. പക്ഷേ ഞാനൊരാഴ്ച ബാംഗ്ലൂർ ട്രെയിനിങ് പോകുന്നു. ശരി. വാ. അച്ഛനുണ്ടോ? അച്ഛനകത്തുണ്ട്, വിളിക്കാം. ആ, എന്താ കുട്ടമ്പിള്ളേ, രാവിലെ എന്താ വിശേഷം? ഇനാഗുറേഷന്റെ ഡേറ്റ് കിട്ടിയിരുന്നെങ്കിൽ നോട്ടീസ് അടിക്കാമായിരുന്നു. ഇപ്പൊ നിയമസഭ കൂടിയിരിക്കുകയല്ലേ, ഒരു 10-ാം തീയതി കഴിഞ്ഞ് പോരെ? ആ, നോട്ടീസ് എത്തിക്കാം. ആ, ശരി. മൂന്നാമത്തെ പ്രാവശ്യമാ നിള തെറ്റിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ലെങ്കിൽ കാലിൽ നിന്നും ചിലങ്ക അഴിച്ചു വയ്ക്കണം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ കരയുക വേണ്ടത്, തിരുത്തുകയല്ലേ വേണ്ടത്? മാഷെ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ കരഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് മോശമായ ഒരു പാസ്റ്റ് ഉണ്ട്. രേഖകളിൽ അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടിയെ കെട്ടാൻ നല്ല കുടുംബത്തിൽ നിന്നും ആരും വരില്ലെന്ന് പറഞ്ഞ് അമ്മ കുടുംബത്തിൽ തന്നെ ഒരു പയ്യനുമായി കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ ഇത്രയും കാലം എനിക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും. എനിക്ക് അതാണല്ലേ? ഇതാണോ ഇവിടുത്തെ ഡാൻസ് പഠിത്തം? ഇതുപോലൊരു ഡാൻസ് മാഷ് തന്നിട്ട് പോയ സമ്മാനമായ ഇവള്. അയ്യോ ഞാനിത് അനുവദിക്കില്ല. അയ്യോ അമ്മ അമ്മ
ഇനി ഇയാൾ ഈ കാര്യം കൊണ്ട് ഒന്നും ചെയ്യരുത്. അയ്യോ മാഷേ, അമ്മ നീ വിട്. വിടാനല്ലേ പറഞ്ഞത്? അടിക്കല്ലേ, അടിക്കല്ലേ, അടിക്കല്ലേ മാഷ്, പാവം എല്ലാം ചെയ്തിട്ടില്ല. ഇയാളെ ഞാൻ വിടില്ല. അമ്മ അടിക്കല്ലേ, അമ്മ അടിക്കല്ലേ, ആൾക്കാര് കാണുന്നു. ഇറങ്ങ്. അയാൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആശുപത്രി കൊണ്ടുപോകണോ? തന്നെ പോട്ടെ, പീഡനക്കാരനല്ലേ. നീ വാ, പിന്നെ വാ, നമുക്ക് പോവാം. നമുക്ക് പോവാം. ഇന്ത്യയുമായുള്ള കരാറിൽ അമേരിക്ക ഒപ്പുവച്ചു. പ്രാദേശികം. നൃത്ത പഠനത്തിനിടെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ശിവപ്രസാദ് എന്ന നൃത്ത അധ്യാപകനെ പെൺകുട്ടിയുടെ അമ്മ മർദ്ദിച്ചു. അമ്മയ്ക്കും മകൾക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? മൂന്നാറിൽ നിന്ന് നാളെയല്ലേ അവിടെ എത്താൻ കഴിയും? നേരം വെളുത്തോടനെ അയാളെ വിളിക്കുന്നു. അമ്മേ, മാഷ് പാവാ, എന്നെ ഒന്നും ചെയ്തിട്ടില്ല. നീ മിണ്ടരുത്. തക്ക സമയത്ത് ഞാൻ അവിടെ എത്തിയോണ്ട് രക്ഷപ്പെട്ടു. അകത്തിരുന്ന് പഠിച്ചോ, ആഹാരം എത്തിക്കാം. എങ്ങോട്ടാ? മോള് ശിവപ്രസാദ് മാഷിന്റെ അടുത്ത് നൃത്തം പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അയാൾ നിളയെന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ അമ്മ അയാളുടെ 2 കാലും തല്ലിയൊടിച്ചു. ആൺകുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. അയ്യോ, അങ്ങനെയാണോ? വാ മോളെ, മടങ്ങി പോവാ. ആ, ഇനി വേറൊരു ഡാൻസ് മാസ്റ്ററെ കണ്ടുപിടിക്കും. ശിവേട്ടാ, ശിവേട്ടാ, ഹലോ. ആ, ഒന്ന് വേഗം വരണേ പ്ലീസ്. ഓക്കെ. ആ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവാ പ്ലീസ്. വേഗം വേഗം. ഓക്കെ. ഇഞ്ചക്ഷൻ ഉണ്ടേ? ഇത്രയും നേരം നല്ല മയക്കത്തിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കണ്ണുറന്നത്. അത് വേദന അറിയാതിരിക്കാൻ സെഡേഷൻ കൊടുത്തിരുന്നു. ഈ മരുന്ന് 3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. ആ,
ഡോക്ടർ എപ്പോ വരും? ഉടൻ വരും. എല്ലാം സംഭവിച്ചു പോയി. വീട്ടിലറിയിക്കണ്ടേ ശിവേട്ടാ? ആ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വരാം സാർ. ഇവിടെ വച്ച് തന്നെ പറയാം. പേഷ്യന്റും കൂടി അറിയാനുള്ളതാ. വലതുകാലിന്റെ ബോണും ലിഗമെന്റും ആകെ തകർന്നുപോയി. ഇത്രയും പരിക്ക് പറ്റിയിട്ടും 2 ദിവസമായി ഒന്നും ചെയ്യാതിരുന്നത് ട്രീറ്റ്മെന്റിനെയും ബാധിച്ചു. ഷുഗറും കൂടിയിട്ടുണ്ട്. വലത് കാൽമുട്ട് വെച്ച് മുറിക്കുകയല്ലാതെ വേറൊരു മാർഗവും കാണുന്നില്ല. കാശ് എത്ര വേണമെങ്കിലും സമർപ്പിക്കാം. കാല് മുറിക്കാതെ. പണം കൊണ്ട് നേടാൻ പറ്റാത്ത പലതും ഉണ്ട്. അതിലൊന്നായത്. ഐ ആം സോറി. കാല് മുറിച്ചിട്ട് ഞാൻ പിന്നെന്തിനാ ജീവിക്കുന്നത്? ഈ അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യാൻ പോലുള്ള ആവതില്ല. വിഷ്ണു, എനിക്ക് മരിക്കണം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം. തന്ന ജീവനെ തിരിച്ചെടുക്കാനുള്ള അവകാശം ഈശ്വരന് മാത്രമേ ഉള്ളൂ. സമാധാനിക്കാതെ മറ്റൊരു വഴിയില്ല ശിവേട്ട. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. വിഷ്ണു തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. എന്താ ഉണ്ടായത്? നിങ്ങൾ നിരപരാധിയും തെളിഞ്ഞു കഴിഞ്ഞാൽ വീട് കയറി ആക്രമിച്ചതിന് ആ സ്ത്രീ അറസ്റ്റ് ചെയ്യാം. എനിക്ക് പരാതിയില്ല. ശിവേട്ട, വിഷ്ണു കൊടുത്ത പരാതി പിൻവലിച്ചേക്കൂ. ശിവേട്ട, അത് ആ സ്ത്രീക്ക് അർഹമായ ശിക്ഷ കിട്ടണം. അതാ ശിവേട്ട നശിപ്പിച്ചത്. അവരെ ശിക്ഷിക്കണമെങ്കിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും ആവാമായിരുന്നു. നിള അച്ഛനില്ലാത്ത പെൺകുട്ടിയല്ലേ. അമ്മ കൂടി അടുത്തില്ലെങ്കിൽ അവൾ അനാഥയായി പോകും. എനിക്കവൾ മോളുടെ സ്ഥാനത്ത്. ഞാൻ ഒറ്റത്തടിയല്ലേ. എന്തു വന്നാലും എന്നിലൊതുങ്ങും. ഒന്നിനോടും പ്രതികരിക്കാതെ എല്ലാം ഏറ്റുവാങ്ങുന്നത് തന്നെയാ ശിവേട്ടന്റെ പരാജയം. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ റിലേഷൻഷിപ്പും നിള ശിവപ്രസാദ് മാഷിനോട് പറയുമ്പോഴാണ് നിളയുടെ അമ്മ അക്രമങ്ങളുണ്ടാക്കിയതെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഡാ അമ്പരക്കണ്ട, എല്ലാം എനിക്കറിയാം. കുറച്ച് ദിവസമായിട്ട് നിളയെ കാണാനില്ല. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? ശരി അച്ഛാ. ആ, അച്ഛനും കൂടെ വാ. നമുക്ക് ആ കസ്തൂരിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. വാ. ആ, ചേട്ടനോ? മോളെവിടെ? മോള് അവളകത്തുണ്ട്. അവളെ വിളിക്ക്. മോളെ സുഖം തന്നെ? സുഖാണ്. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിള അച്ഛനില്ലാത്ത കുട്ടിയായി വളർന്നത് മോളുടെ കുറ്റം കൊണ്ടല്ല. അതിന്റെ പേരിൽ ആ കുട്ടിയെ ക്രൂശിക്കേണ്ട കാര്യമില്ല. നിളയും ഇവനും തമ്മിൽ അടുപ്പത്തിലായിട്ട് 1 വർഷത്തിലേറെയായി. ഈ വിവരം നിങ്ങളിതുവരെ മനസ്സിലാക്കിയിട്ടില്ല.
ശിവപ്രസാദ മാഷിനോട് ഇക്കാര്യം പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അന്നേരമാണ് അമ്മ വന്ന് മാഷിനെ തല്ലിയെ. അയാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അകത്ത് കിടന്നേനെ. വിവാഹം കഴിഞ്ഞ് ഒരു രാത്രി പോലും ഒരുമിച്ച് ജീവിക്കാത്ത ഭാര്യയെ ഓർത്ത് ഒരു ജന്മം മുഴുവൻ ജീവിച്ച ആദർശധീയനായ ഭർത്താവ്. ചുവടുവയ്ക്കാൻ ശക്തി തരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചൊരു കലാകാരൻ. നിമിഷങ്ങൾ കൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തിന്റെ കുഞ്ഞു സ്വപ്നങ്ങളെ തല്ലി തകർത്തത്? ജീവിത ഇരുട്ടിലായപ്പോ കണ്ണുകൾക്കും അന്ധത ബാധിച്ചു. ഈ പാപം എവിടെ കൊണ്ടുപോയി ഒഴുക്കണമെന്നറിയില്ല. കസ്തൂരി, നിളയെ ഞങ്ങൾക്ക് വേണം. വാച്ച പോവാം. മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ്സിൽ. ഊട് കഴിക്കാൻ ഉണ്ടാവുമല്ലോ. ആ ഉണ്ടാവും. വിഷ്ണു, ശിവേട്ടാ, ഓക്കെ, ശരി, ഞാൻ പോയിട്ട് വരാം. ക്ലാസ് ഇറങ്ങട്ടെ. ഓക്കെ.